ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ പച്ചപ്പു നിറഞ്ഞ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് മനോഹരമാണ്. കക്കാടംപൊയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി നായാടംപൊയിൽ സ്വർഗ്ഗക്കുന്ന് കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഉള്ളിലേക്കുള്ള റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ ബൈക്ക് കൊണ്ട് വരാൻ പറ്റുന്നവർ ബൈക്ക് കൊണ്ട് തന്നെ വരിക. കാർ കൊണ്ടൊക്കെ വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്വർഗ്ഗക്കുന്ന്, കുരിശുമല രണ്ടും ഒരു റൂട്ട് തന്നെയാണ് വരുന്നത്. നമ്മളിന്ന് പോകുന്നത് സ്വർഗ്ഗക്കുന്നിലേക്കാണ്. വാഹനം പാർക്ക് ചെയ്ത് 2 കിലോമീറ്റർ നടക്കാനുണ്ട് സ്വർഗ്ഗക്കുന്നിലേക്ക്. നടക്കാൻ വയ്യാത്തവർക്ക് കുരിശുമല വരെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 5-8 പേരായാലേ പോവുള്ളൂ കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. ഞങ്ങൾ വന്ന് ഞായറാഴ്ച ഒരു 8 മണിക്കാണ്. അപ്പം തന്നെ മുകളിലൊക്കെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. നല്ല കുത്തനുള്ള കയറ്റം തന്നെയാണ്. മഴക്കാലത്തൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, നല്ല വഴുക്കലുണ്ട്. വരുന്നവർ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക, കാരണം മുകളിലെത്തുമ്പോഴേക്കും എന്തായാലും നല്ല ദാഹം ഉണ്ടാവും. ഞങ്ങളിപ്പോൾ സ്വർഗ്ഗക്കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയിട്ടുള്ള ആ വ്യൂ ഒന്ന് നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി കോടയും കൂടി വന്നാൽ ഇതിലും ഭംഗി കൂടും കേട്ടോ. നമുക്ക് കിട്ടുമോ നോക്കാം, ലക്കുണ്ടോ നോക്കാം. ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂറോളമായി. ചെറുതായിട്ട് കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോട വന്ന് തുടങ്ങി. ഇനിയുള്ള കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 48 കിലോമീറ്റർ ആണ്. ആകെ കോടയിൽ മൂടിയിട്ടോ. ചെറുതായി മഴയും പെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കാഴ്ച? ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ബസ് സർവീസ് അവൈലബിൾ ആണ്. രാവിലെ 7:25-നും വൈകിട്ട് 3:25-നും വൈകിട്ട് 4:15-നും കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. നിലമ്പൂരിൽ നിന്നും കക്കാടംപൊയിലേക്കുള്ള ദൂരം 23 കിലോമീറ്റർ ആണ്.
കക്കാടംപൊയിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്